നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ പ്രതിരോധ പദ്ധതികളിലൊന്നായ പ്രോജക്റ്റ് 76 നിലവിൽ അതിൻ്റെ അവസാന രൂപകൽപ്പന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2026-നും 2027-നും ഇടയിൽ ഈ അന്തർവാഹിനിയുടെ അന്തിമ രൂപരേഖയും സവിശേഷതകളും ഔദ്യോഗികമായി നിശ്ചയിക്കുമെന്നാണ് പ്രതിരോധ രംഗത്തു നിന്നുള്ള സൂചനകൾ വ്യക്തമാക്കുന്നത്. ഈ അന്തർവാഹിനിയിൽ ലംബമായി മിസൈലുകൾ തൊടുത്തുവിടാൻ സഹായിക്കുന്ന വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റം ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നാവികസേന ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിലും അതിനായുള്ള ശക്തമായ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ അണിയറയിൽ സജീവമാണ്. VLS സാങ്കേതിക വിദ്യ കൂടി ഇതിൽ സമന്വയിപ്പിക്കാൻ സാധിച്ചാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധശേഷിയുള്ള പരമ്പരാഗത അന്തർവാഹിനികളിൽ ഒന്നായി പ്രോജക്റ്റ് 76 മാറും എന്നതിൽ തർക്കമില്ല. നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും തമ്മിൽ നിലവിൽ നടത്തുന്ന ചർച്ചകളുടെ കേന്ദ്രബിന്ദു ഇതിൻ്റെ പ്രത്യേകമായ ഹൾ അഥവാ അന്തർവാഹിനിയുടെ പുറംചട്ട രൂപകൽപ്പനയാണ്. അത്യാധുനിക അന്തർവാഹിനികളായ KSS-3 മാതൃകയിൽ ആവശ്യമെങ്കിൽ ഭാവിയിൽ VLS സെക്ഷൻ എളുപ്പത്തിൽ കൂട്ടിച്ചേർക്കാൻ പാകത്തിലുള്ള ഒരു പ്ലഗ് ആൻഡ് പ്ലേ സംവിധാനമാണ് ഇതിനായി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ സവിശേഷത മൂലം അന്തർവാഹിനിയുടെ അടിസ്ഥാന രൂപകൽപ്പനയിൽ മൊത്തത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് തന്നെ ഭാവിയിലെ വകഭേദങ്ങളിലേക്ക് ലംബമായ മിസൈൽ വിക്ഷേപണ ശേഷി ഉയർത്തുവാൻ നാവികസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. സാധാരണയായി ഉപയോഗിക്കുന്ന ടോർപിഡോ ട്യൂബുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ബ്രഹ്മോസ് NG അല്ലെങ്കിൽ നിർഭയ് തുടങ്ങിയ ക്രൂയിസ് മിസൈലുകൾ പ്രത്യേകം സജ്ജമാക്കിയ VLS സെല്ലുകളിൽ സൂക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും. ഇത് അന്തർവാഹിനിയുടെ ആക്രമണശേഷി ഇരട്ടിയാക്കും. ശത്രു കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാനുള്ള ദൗത്യങ്ങൾക്കായി ടോർപിഡോ ട്യൂബുകൾ പൂർണ്ണമായി മാറ്റിവെക്കുമ്പോൾ തന്നെ ദീർഘദൂര കരയാക്രമണങ്ങൾക്കായി VLS സംവിധാനത്തെ ഉപയോഗിക്കുവാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രധാന നേട്ടം. എന്നാൽ ഇത്തരമൊരു സംവിധാനം ഉൾപ്പെടുത്തുമ്പോൾ അന്തർവാഹിനിയുടെ വലിപ്പവും ഭാരവും വർദ്ധിക്കും. VLS ഉൾപ്പെടുത്തുന്നതോടെ പ്രോജക്റ്റ് 76 അന്തർവാഹിനിയുടെ ഭാരം 3500 മുതൽ 4000 ടൺ വരെയായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെ ലോകത്തെ ഏറ്റവും വലിയ പരമ്പരാഗത അന്തർവാഹിനിയുടെ പട്ടികയിൽ എത്തിക്കും. VLS സംവിധാനത്തിന് പുറമെ ഈ അന്തർവാഹിനിയുടെ അടിസ്ഥാന രൂപകൽപ്പന തന്നെ അതീവ ശക്തമാണ്. കരയാക്രമണ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള 533 മില്ലിമീറ്റർ ടോർപിഡോ ട്യൂബുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനായി VLS ഇല്ലാത്ത ആദ്യകാല വകഭേദങ്ങൾക്ക് പോലും ഉയർന്ന ആക്രമണശേഷി ഉണ്ടായിരിക്കും. കൂടാതെ ഇന്ത്യയുടെ സ്വന്തം ഹെവി വെയ്റ്റ് ടോർപിഡോ ആയ വരുണാസ്ത്രയും ഇതിൽ സജ്ജീകരിക്കുന്നുണ്ട്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വെപ്പൺ കൺട്രോൾ സിസ്റ്റം ആണ് പ്രോജക്റ്റ് 76-ൻ്റെ മറ്റൊരു പ്രധാന സവിശേഷത. നിലവിൽ ഇന്ത്യൻ നാവികസേന ഉപയോഗിക്കുന്ന സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ വിദേശ സാങ്കേതിക വിദ്യയിലുള്ള കോമ്പാക്ട് സിസ്റ്റങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ പ്രോജക്റ്റ് 76-ൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സെൻസറുകളും ആയുധങ്ങളും ഫയർ കൺട്രോൾ ലോജിക്കുകളുമാണ് സമന്വയിപ്പിക്കുന്നത്. ഇത് ഭാവിയിൽ സോഫ്റ്റ്വെയർ നവീകരണങ്ങളും തദ്ദേശീയ മിസൈലുകളുടെ കൂട്ടിച്ചേർക്കലുകളും പൂർണ്ണമായും ഇന്ത്യയുടെ നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇത്തരമൊരു അന്തർവാഹിനി ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. നാവികസേനയുടെ പക്കലുള്ള പഴക്കം ചെന്ന കിലോ ക്ലാസ് അന്തർവാഹിനികൾക്ക് പകരക്കാരനായിട്ടാണ് പ്രോജക്റ്റ് 76-നെ വിഭാവനം ചെയ്തിരിക്കുന്നത്. VLS ശേഷിയുള്ള ഒരു പരമ്പരാഗത അന്തർവാഹിനി സ്വന്തമാകുന്നതോടെ കടലിനടിയിൽ പൂർണ്ണമായും ഒളിച്ചിരുന്നുകൊണ്ട് 1000 കിലോമീറ്റർ അധികം ദൂരെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൃത്യതയാർന്ന ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കും. ഇത് സാധാരണയായി ആണവ അന്തർവാഹിനികൾക്ക് മാത്രം സാധ്യമാക്കുന്ന തന്ത്രപരമായ പ്രതിരോധ ശേഷിയാണ് ഇന്ത്യക്ക് നൽകുക. നിലവിൽ വിദേശ സഹകരണത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് 75I പദ്ധതിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രോജക്റ്റ് 76 പൂർണ്ണമായും ഇന്ത്യയുടെ തദ്ദേശീയ കുതിച്ചുചാട്ടമാണ്. പ്രോജക്റ്റ് 75I വലിയ തോതിൽ വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുമ്പോൾ പ്രോജക്റ്റ് 76-ൽ DRDO വികസിപ്പിച്ച എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സംവിധാനവും ലിഥിയം അയൺ ബാറ്ററികളും തുടക്കം മുതൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെ ഈ അന്തർവാഹിനിയുടെ 90 മുതൽ 95% വരെയുള്ള ഭാഗങ്ങളും പൂർണ്ണമായി തദ്ദേശീയമായിരിക്കും. നിലവിലെ വികസന പദ്ധതികൾ അനുസരിച്ച് 2030 പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രോജക്റ്റ് 76-ൻ്റെ ആദ്യ പ്രോട്ടോടൈപ്പിൽ പ്രൊപ്പൽഷൻ, AIP സാങ്കേതികവിദ്യ, ബാറ്ററി സംവിധാനങ്ങൾ എന്നിവയ്ക്കായിരിക്കും മുൻഗണന നൽകുക. ആദ്യഘട്ടത്തിൽ VLS സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും രൂപകൽപ്പന കൂടുതൽ വികസിതമാക്കുന്നതോടെ പിന്നീടുള്ള വകഭേദങ്ങളിൽ ഇത് നിർബന്ധമായി ഉണ്ടാകും. ആകെ ആസൂത്രണം ചെയ്തിരിക്കുന്ന 12 അന്തർവാഹിനികളുടെ വ്യൂഹത്തിൽ ആദ്യകാല മോഡലുകളും അത്യാധുനിക VLS സംവിധാനമുള്ള പുത്തൻ മോഡലുകളും ഉൾപ്പെടുന്ന ഒരു മിശ്രിത രൂപമായിരിക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭിക്കുക. ഭൗമ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിവേഗം മാറിമറിയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പ്രോജക്റ്റ് 76 നിർണായക പങ്ക് വഹിക്കും എന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.